നമസ്കാരം. ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പണ്ടത്തെ കാലത്ത് പ്രാചീന കാലത്തെ രണ്ട് കവികളെ പരിചയപ്പെടാം. അവരുടെ കവിതകളും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദോഹെ. എന്താണ് ദോഹെ? ദോഹ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ വൃത്തം എന്നാണ് അർത്ഥം. അതായത് ഈരടികൾ, മലയാളത്തിലെ ഈരടികൾ എന്ന് പറയും. രണ്ട് വരികളായിട്ടാണ് ദോഹ എഴുതുന്നത്. അതിൻ്റെ ആശയം വളരെ നല്ല ആശയമായിരിക്കും. സ്പഷ്ടമായിട്ടുള്ള വളരെ നല്ല ആശയമായിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കബീറിൻ്റെ കുറിച്ച് നമുക്ക് നോക്കാം. കബീർദാസ്. കബീർ ഹിന്ദി സാഹിത്യ के संत शिरोमणि है. കബീർദാസ് ഹിന്ദി സാഹിത്യത്തിലെ സന്ത് ശിരോമണിയാണ്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ആൾക്കാരാണ്, പരോപകാരം ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനത്തെ ആൾക്കാരാണ് സന്ത് എന്ന് പറയുന്നത്. ശിരോമണി എന്ന് പറഞ്ഞാൽ അവരിൽ വളരെ പ്രാധാന്യമുള്ള, വളരെ പരോപകാരം ചെയ്യുന്ന പ്രാധാന്യമുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ സന്യാസി പ്രമുഖനാണ് അദ്ദേഹം. പരോപകാരം ചെയ്യുന്ന ആളാണ് പണ്ടത്തെ ഹിന്ദി സാഹിത്യത്തിൽ. ആപ്കാ ജീവൻ കാൽ 15वीं सदी में था. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം 15ാം നൂറ്റാണ്ടിലായിരുന്നു. സദി എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട്. ആപ് കവി ഹി നഹി സമാജ് സുധാരക് ബി ഥേ. അദ്ദേഹം ഒരു കവി മാത്രമായിരുന്നില്ല, സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയായിരുന്നു. സുധാരക് എന്ന് പറഞ്ഞാൽ പരിഷ്കർത്താവ്. നീരു ഓർ നീമ നാമക് ജുലാഹെ ദമ്പതിനെ ആപ്കാ പാലൻ പോഷൺ കിയ. നീരു എന്നും നീമ എന്നും പേരുള്ള ജുലാഹ എന്ന് പറഞ്ഞാൽ നെയ്ത്തുകാരൻ. അപ്പോൾ നീരു എന്നും നീമ എന്നും പേരുള്ള നെയ്ത്ത് ദമ്പതികളാണ് അദ്ദേഹത്തിനെ പാലൻ പോഷൺ കിയ, വളർത്തി വലുതാക്കിയത്. പാലൻ പോഷൺ കർണ എന്ന് പറഞ്ഞാൽ വളർത്തി വലുതാക്കുക. ആപ്കെ ഗുരു കാ നാം രാമാനന്ദ് ഹെ. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് രാമാനന്ദ് എന്നാണ്. ആപ്കി വാണി കാ സംഗ്രഹ് ബീജക് കെ നാം സെ പ്രസിദ്ധ ഹെ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കവിതകൾ ബീജക് എന്ന പേരിൽ പ്രസിദ്ധമാണ്. ജിസ്കെ 3 ഭാഗ് ഹെ. അതിന് 3 ഭാഗങ്ങളുണ്ട്. സാഖി, സബദ് ഓർ റമേനി. ഇതിൽ ആദ്യത്തെ സാഖിയിലാണ് ദോഹ വരുന്നത്. ആപ്കോ ശാന്തി സദാചാർ ആദി ഗുണോ കെ പ്രശംസക് थे. അദ്ദേഹം അഹിംസയിലും സത്യത്തിലും സദാചാരത്തിലും മുതലായ ഗുണങ്ങളായിരുന്നു അദ്ദേഹത്തിന് പ്രശംസകനായിരുന്നു അദ്ദേഹം ആ ഗുണങ്ങളിൽ. അപ്പോൾ അദ്ദേഹം എന്താണ് തൻ്റെ ദോഹയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ബടാ ഹുവാ തോ ക്യാ ഹുവാ ജൈസെ പേട് ഖജൂർ പന്ഥി കോ ഛായ നഹി ഫൽ ലാഗെ അതി ദൂർ. ബടാ ഹുവാ തോ ക്യാ ഹുവാ. വലുതായിട്ട്, വളരെ വലിയവനായിട്ട് എന്ത് കാര്യം, വളരെ വലുതായിട്ട് എന്ത് കാര്യം. ജൈസെ പേട് ഖജൂർ, ഈന്തപ്പന പോലെ. ഖജൂർ എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴം. ഖജൂർ കാ പേട് ഖജൂർ എന്ന് പറഞ്ഞാൽ ഖജൂർ കാ പേട്, ഈന്തപ്പന പോലെ വളരെ വലുതായിട്ട് എന്ത് കാര്യം. പന്ഥി കോ ഛായ നഹി. വഴിയാത്രക്കാർക്ക് ഛായ, തണൽ ലഭിക്കുന്നില്ല. പന്ഥി എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ. ഫൽ ലഗെ അതി ദൂർ. പഴം, അതിൻ്റെ പഴങ്ങൾ എന്ന് പറയുന്നത് വളരെ ഉയരത്തിലാണ്. ഈന്തപ്പന നമുക്കറിയാം, ഈന്തപ്പന വളരെ നീളമുള്ളതാണ്, വളരെ ഉയരത്തിലാണ്, വളരെ വലുതാണ്. അതിൻ്റെ പഴം എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കവിതയിൽ, ഈ ദോഹയിൽ അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ, ബടാ ഹുവാ തോ ക്യാ ഹുവാ, വലിയവനായിട്ട്, വളരെ വലിയവനായിട്ട്, വളരെ ധനികനായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങളും വലിയ വലിയ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളായിട്ട് എന്ത് കാര്യം.
മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, മറ്റുള്ളവർ ഉപകാരപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ എപ്പോഴും ഉപകാരം ചെയ്യുന്ന ആളാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെപ്പോഴും നമുക്ക് രണ്ടാമത് ഒരു കവിയെക്കുറിച്ച് നോക്കാം. रहीम നോക്കാം. हिंदी के लोकप्रिय कवियों में रहीम का नाम मुक्तकंठ से लिया जाता है. ഹിന്ദിയിലെ ലോകപ്രിയരായിട്ടുള്ള കവികളിൽ റഹീമിൻ്റെ പേര് വളരെ പ്രാധാന്യത്തോടെയായിരുന്നു പറഞ്ഞിരുന്നത്. ഉൻക പൂരാ നാം അബ്ദുർ റഹീം ഖാൻഖാന ഥ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അബ്ദുർ റഹീം ഖാൻഖാന എന്നായിരുന്നു. इनका जन्म सन 1556 ईस्वी के लगभग लाहौर नगर में हुआ था. അദ്ദേഹം ജനിച്ചത് 1556 ഏകദേശം 1556 ഈസ്വി ഏകദേശം ലാഹോറിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. ഇന്ന് പാകിസ്ഥാനിലാണ്. പണ്ട് ഇന്ത്യയിലായിരുന്നു അല്ലേ. പിന്നെ 1947 ശേഷം ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയി. आप अकबर बादशाह के संरक्षक भैरम खान के पुत्र थे. അദ്ദേഹം അക്ബർ ചക്രവർത്തിയുടെ സംരക്ഷകനായിട്ടുള്ള ബൈറം ഖാൻ്റെ മകനായിരുന്നു. റഹീം അക്ബർ കെ ദർബാർ കെ നവരത്നോ മേ സേ थे. അദ്ദേഹം അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ, ദർബാർ എന്ന് പറഞ്ഞാൽ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. നവരത്നങ്ങൾ എന്ന് പറഞ്ഞാൽ 9 പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഉദ്ദേശിക്കുന്നത്. ബീർബൽ, ധാൻസൻ മുതലായിട്ടുള്ള ആൾക്കാരിൽ 9 ആൾക്കാരായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു, നവരത്നങ്ങളിൽ ഒരാളായിരുന്നു റഹീം. അറബി, തുർക്കി, ഫാർസി തഥാ സംസ്കൃത് കെ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ രചനകൾ റഹീം സത്സൈ, ശൃംഗാർ സത്സൈ, രാസപഞ്ചധ്യായി, റഹീം രത്നാവലി മുതലായവ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. ഓക്കെ, അദ്ദേഹം എന്താണ് തൻ്റെ ദോഹയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. रहीम वे नर धन्य है पर उपकारी अंग, बाटन पारे को लगे जो മെഹന്തി കോ രംഗ്. റഹീം പറയാണ്, മനുഷ്യന്മാർ റഹീം ബേ നർ ധന്യ ഹെ, ആ മനുഷ്യന്മാർ വളരെ ധന്യരാണ്, ഉപകാരം ചെയ്യുന്നവർ, ഉപകാരം ചെയ്യുന്ന പരോപകാരിയായിട്ടുള്ള മനുഷ്യൻ, തൻ്റെ ശരീരം കൊണ്ട്, ശരീരത്തിൻ്റെ സഹായത്താൽ മറ്റുള്ളവരെ ഉപകാരം ചെയ്യുന്ന മനുഷ്യൻ വളരെ ധന്യനാണ്. ബാട്ടൻ പാരേക്കോ ലഗേ ജോ മെഹന്തിക്കോ രംഗ്. മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നവൻ്റെ കയ്യിൽ, ബാട്ടൻ പാര എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുന്നവർ, ബാട്ടൻ പാര. ജോ മെഹന്തിക്കോ രംഗ്, മൈലാഞ്ചി, മെഹന്തി എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി, മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നവൻ്റെ കയ്യിൽ മൈലാഞ്ചി ചിലപ്പോൾ പതിയാം, അവരുടെ കൈകളിലും മൈലാഞ്ചി ഉണ്ടാവാം. അതുപോലെ തന്നെയാണ് മനുഷ്യന്മാർ, ചില മനുഷ്യന്മാർ അവർ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോൾ അവരിലും ആ തേജസ്, ആ ഉപകാരത്തിൻ്റെ തേജസ്, അവർ ധന്യരായിരിക്കും. ഇതാണ് ഈ ദോഹയിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ 2 ദോഹകളിലും ഉപകാരം ചെയ്യുന്ന നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഓക്കെ, നമസ്കാരം.